ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമുക്ക് ഡ്രൈയിങ് കർവ് എന്താണെന്ന് നോക്കാം. ഡ്രൈയിങ് ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഡ്രൈയിങ് കർവ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഡ്രൈയിങ് കർവ് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഇതാണ് ഡ്രൈയിങ് കർവിൻ്റെ ഇമേജ് എന്ന് പറയുന്നത്. ഇതാണ് ഈ കർവ്. ഈ കർവ് എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിൽ മോയ്സ്ചർ കണ്ടൻറ്റും വൈ ആക്സിസിൽ ഡ്രൈയിങ് റേറ്റും വച്ചിട്ട് വരയ്ക്കുന്ന ഒരു കർവാണ്. ഇതിൻ്റെ അകത്ത് 4 മെയിൻ ഫേസസ് ആണ് ഉള്ളത്. ഒന്ന് ഇനിഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ് പീരീഡ്, സെക്കൻഡ് കോൺസ്റ്റൻറ്റ് റേറ്റ് പീരീഡ്, തേർഡ് വൺ ഫസ്റ്റ് ഫോളിംഗ് റേറ്റ് പീരീഡ്, ഫോർത്ത് വൺ സെക്കൻഡ് ഫോളിംഗ് പീരീഡ്. പിന്നെ അവസാനം വരുന്ന ആ പോയിൻ്റ് അതിനെയാണ് ഇക്വിലിബ്രിയം മോയ്സ്ചർ കണ്ടൻറ്റ് EMC എന്ന് പറയുന്നത്. ഇനി ഓരോ കർവിലും എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കാം. ഫേസസ് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു എക്സ്പെരിമെൻറ്റ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു പെട്രി ഡിഷിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പൗഡറിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ജസ്റ്റ് പേസ്റ്റ് പോലെ ആക്കി. ആ പേസ്റ്റിനെ നമ്മൾ ഓരോ ടൈം ഇൻ്റർവെല്ലിലും ഹീറ്റ് ചെയ്യുന്നു, എടുക്കുന്നു. അങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇനി നമുക്ക് ഓരോ ഫേസും നോക്കാം. ഫസ്റ്റ് ഫേസ് ആണ് ഇനിഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ് പീരീഡ്. അപ്പോൾ നമ്മളിപ്പോൾ പെട്രി ഡിഷിൻ്റെ അകത്ത് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ ഹീറ്റിൽ കൊടുത്തു. ഹീറ്റ് കൊടുത്തപ്പോഴത്തേക്കും ഫസ്റ്റ് നടക്കുന്ന പ്രോസസ്സാണ് ഈ ഫസ്റ്റ് പീരീഡിൻ്റെ അകത്ത് പറയുന്നത്. അതായത് നമ്മൾ എടുത്തു വച്ചേക്കുന്ന ആ പേസ്റ്റ് അതിൻ്റെ അകത്തുള്ള സോളിഡ് പാർട്ടിക്കിൾസ് നമ്മൾ കൊടുത്ത ഹീറ്റിനെ അബ്സോർബ് ചെയ്തെടുക്കും. അബ്സോർബ് ചെയ്തെടുക്കുമ്പം അവരുടെ സർഫസ് മൊത്തം നല്ല ടെമ്പറേച്ചർ വരും. അതായത് ടെമ്പറേച്ചർ നന്നായിട്ട് റേസ് ആവും. അങ്ങനെ നല്ല ടെമ്പറേച്ചറിലിരിക്കുന്ന ആ ഒരു പേസ്റ്റിൻ്റെ സർഫസ് അത് ഇവാപ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇവാപ്രേറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും, ഇവാപ്രേഷൻ മീൻസ് മോയ്സ്ചർ കണ്ടൻറ്റ് വേപ്പറൈസ് ആയി പോകുക എന്നാണ്. അങ്ങനെ തുടങ്ങുമ്പോൾ അത് കൂളാവാനായിട്ട് തുടങ്ങും. ഹയർ ടെമ്പറേച്ചറിലിരിക്കുന്ന ഒരു സാധനം അത് പെട്ടെന്ന് ഇവാപ്രേറ്റ് ചെയ്യുമ്പം ജസ്റ്റ് ഒന്ന് കൂളാവാൻ തുടങ്ങും. അങ്ങനെ ഇവാപ്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് സമയത്തിന് ശേഷം നോക്കുമ്പോഴത്തേക്കും നമ്മൾ കൊടുക്കുന്ന ഹീറ്റിൻ്റെ റേറ്റും അത് വേപ്പറൈസ് ആയി പോയതിന് ശേഷം ആ ഒരു പ്രോഡക്റ്റ് കൂളായതിൻ്റെ റേറ്റും, അതായത് ഹീറ്റിംഗ് റേറ്റും കൂളിംഗ് റേറ്റും ഈക്വലായിട്ട് മാറും. അതായത് അവിടെ ടെമ്പറേച്ചർ ഇൻക്രീസോ ഡിക്രീസോ ഇല്ല, സ്റ്റേബിളായിട്ട് നിൽക്കും. കൊടുക്കുന്ന ഹീറ്റ് അതേപോലെ കൂളാകുന്നു, വീണ്ടും ഹീറ്റ് കൊടുക്കുന്നു, കൂളാകുന്നു. അതായത് ടെമ്പറേച്ചർ സ്റ്റെബിലൈസ് ആകുന്നു. ഈ സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടെമ്പറേച്ചർ അത് ഈക്വൽ ടു വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും വെറ്റായിട്ടിരിക്കുന്ന ഒരു സബ്സ്റ്റൻസിലുള്ള ടെമ്പറേച്ചർ, അതായത് നമ്മുടെ എടുത്ത ആ സാമ്പിളിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചർ അതും നമ്മൾ കൊടുത്ത ആ ടെമ്പറേച്ചറും അതും ഈക്വലായി. ഇതാണ് ഫസ്റ്റ് പീരീഡിൻ്റെ അകത്ത് നടക്കുന്ന പ്രോസസ്സ്. സെക്കൻഡ് ഫേസ് ആണ് കോൺസ്റ്റൻറ്റ് റേറ്റ് പീരീഡ്. ഈ ഒരു പീരീഡിൽ ഡ്രൈയിങ് റേറ്റും ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആണ്. അതായത് ഡ്രൈ ചെയ്യുന്ന റേറ്റ്, അതായത് നമ്മൾ ഒരു പെട്രി ഡിഷിൽ സാമ്പിൾ എടുത്ത് വെച്ചു. ഓരോ ടൈം ഇൻ്റർവെല്ലിലും നമ്മൾ അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് എത്രത്തോളം പോയി എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നോട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കാണാം അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് മാറും. അതായത് ഡ്രൈയിങ് റേറ്റ് എത്രത്തോളം ഡ്രൈ ആയി എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആവുന്നു. ഡ്രൈയിങ് റേറ്റ് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് എന്നാണ് മീനിങ്. നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചർ അവിടെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഓരോ പീരീഡിൽ നടക്കുന്ന ഡ്രൈയിങ്ങും ഈക്വൽ ആയിരിക്കും, അതായത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. സെക്കൻഡ് പറയുന്നതെന്ന് പറഞ്ഞാൽ മോയ്സ്ചർ കണ്ടൻറ്റ് സർഫസിലുള്ളത് ഇവാപ്രേറ്റ് ആയിട്ട് പോകുന്നു. അതായത് പേസ്റ്റിൻ്റെ അകത്ത് കുറേ മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ട്, നമ്മൾ വാട്ടർ ആഡ് ചെയ്തപ്പം അത് സർഫസിൽ പേസ്റ്റിൻ്റെ സർഫസിലിരിക്കുന്ന വാട്ടർ മോളിക്യൂൾസ് എല്ലാം വേപ്പറൈസ് ആയി പോയി. എന്നിട്ട് ഇൻറ്റീരിയർ പാർട്ടിൽ ആ പേസ്റ്റിൻ്റെ അകത്ത് മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ട്. അത് റീപ്ലേസ് ചെയ്ത് മുകളിൽ വന്നിരിക്കും. മുകളിലത്തെ വേപ്പറൈസ് ചെയ്ത് പോയി, അകത്തുള്ളത് പുറത്തോട്ട് ഡിഫ്യൂസ് ചെയ്ത് വന്നിരിക്കും. അപ്പോൾ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ, അതായത് ഇൻറ്റീരിയറിൽ ഉണ്ടായിരുന്ന വാട്ടർ മോളിക്യൂൾസ് ഡിഫ്യൂസ് ചെയ്തതിൻ്റെ റേറ്റും ഇവാപ്രേഷൻ്റെ റേറ്റും, എത്രത്തോളം ആൾക്കാർ ഇവാപ്രേറ്റ് ചെയ്ത് പോകുന്നു അത്രത്തോളം ആൾക്കാർ ഇൻറ്റീരിയറിൽ നിന്ന് മുകളിലോട്ട് വരുന്നു. അപ്പം റേറ്റ് ഓഫ് ഡിഫ്യൂഷനും റേറ്റ് ഓഫ് ഇവാപ്രേഷനും ഈക്വൽ.
നേരത്തെ ഫേസിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹീറ്റിൽ നിന്ന് ഉണ്ടാകുന്ന ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചറും വെറ്റ് ബൾബ് ടെമ്പറേച്ചറും ഈക്വലാണ്. ഈ ഫേസിൻ്റെ ഫൈനൽ സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും ഉള്ള പോയിൻ്റാണ് സി എന്ന് പറയുന്നത്. ആ കർവിൽ നോക്കിയാൽ നമുക്ക് കാണാം. ആ ഒരു പീരീഡാണ് ക്രിട്ടിക്കൽ മോയ്സ്ചർ കണ്ടൻ്റ് ഉള്ള പീരീഡ് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ മോയ്സ്ചർ കണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇനി പുറത്ത് ഉള്ള വേപ്പേഴ്സ് അല്ലെങ്കിൽ മോയ്സ്ചർ വേപ്പേഴ്സായി പോയി കഴിഞ്ഞാൽ അകത്തുനിന്ന് ഇനി മുകളിലോട്ട് വന്നിരിക്കാനായിട്ട് വേറെ വാട്ടർ കണ്ടൻ്റ് ഒന്നും ഇല്ല. അങ്ങനെ വരുന്ന ഒരു സ്റ്റേജാണ് ക്രിട്ടിക്കൽ മോയ്സ്ചർ കണ്ടൻ്റ് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫോളിംഗ് റേറ്റ് പീരീഡ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 2 ഫേസസിലും ഡ്രൈയിങ് സ്റ്റാർട്ട് ചെയ്യുന്നു, ഡ്രൈയിങ് കോൺസ്റ്റൻ്റ് ആകുന്നു. ഈ ഒരു പീരീഡിൽ ഡ്രൈയിങ്ങിൻ്റെ റേറ്റ് ഡിക്ലൈൻ ആകുന്നതാണ് കാണുന്നത്. അതേപോലെ തന്നെ സർഫസിലുള്ള വാട്ടർ കണ്ടൻറ്റ് എവാപ്രേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് റീപ്ലേസ് ചെയ്ത് അകത്തുനിന്ന് വാട്ടർ മോളിക്യൂൾസ് വരാനായിട്ട് അവിടെ ഇനിയില്ല. അതുപോലെ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഹീറ്റ് വഴി എടുക്കുന്ന ടെമ്പറേച്ചർ വെറ്റ് ബൾബിനെക്കാളും കൂടുതലായിരിക്കും. ഈ ഒരു ഫേസിൽ നമുക്ക് ആ സോളിഡ്സിൻ്റെ സർഫസിൽ നോക്കിക്കഴിഞ്ഞാൽ ഡ്രൈ സ്പോട്ട്സ് കാണാനായിട്ട് പറ്റും. അതായത് ഡ്രൈയിങ് റേറ്റ് കുറയുക എന്ന് പറഞ്ഞാൽ അവിടെ ഇനി വാട്ടർ മോളിക്യൂൾസ് ഇല്ല. അതായത് വാട്ടർ മോളിക്യൂൾസ് ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ ഡ്രൈയിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രോഗ്രഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പെട്രി ഡിഷ് എടുത്ത് സർഫസിലൊന്ന് തൊട്ട് നോക്കിയാൽ നല്ല ഡ്രൈ ആയിട്ടുള്ള പൗഡർ പോലെ കാണാൻ പറ്റും. ഈ ഫേസിൻ്റെ ഫൈനൽ സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും ഡി എന്ന് പറയുന്ന ഒരു പോയിന്റ് നമുക്ക് ഗ്രാഫിൽ കാണാൻ പറ്റും. ആ ഡി എന്ന് പറയുന്ന പോയിന്റിനെ പറയുന്ന പേരാണ് സെക്കൻഡ് ക്രിട്ടിക്കൽ പോയിന്റ്. നേരത്തെ നമ്മൾ ക്രിട്ടിക്കൽ മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറഞ്ഞു, അതേപോലെ സെക്കൻഡ് ആയിട്ട് വരുന്ന ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ് ഈ ഡി എന്ന് പറയുന്നത്. അടുത്ത ഫേസ് സെക്കൻഡ് ഫോളിംഗ് റേറ്റ് പീരീഡ്. അതായത് ഫസ്റ്റ് ഫോളിംഗ് റേറ്റ് പീരീഡിൽ ഡ്രൈയിങ് റേറ്റ് കുറഞ്ഞു. ഈ ഫേസിൽ ഡ്രൈയിങ് റേറ്റ് ഒരുപാട് കുറഞ്ഞു ദാൻ ഫസ്റ്റ് ഫോളിംഗ് റേറ്റ് പീരീഡ്. അതുപോലെ തന്നെ ഇവിടുത്തെ ടെമ്പറേച്ചർ, സോളിഡ് സർഫസിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് പുറത്തുള്ള ഡ്രൈ എയർ, അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാണുന്ന ഡ്രൈ എയറിൻ്റെ ടെമ്പറേച്ചറിന് ഈക്വലാണ്. ഈ ഫേസിൻ്റെ എൻഡിൽ വരുന്ന പോയിന്റ്, അതായത് പോയിന്റ് ഇ ആണ് ഇക്വിലിബ്രിയം മോയ്സ്ചർ കണ്ടന്റ്. നെക്സ്റ്റ് പറയുന്നത് ബിയോണ്ട് ഇ, അതായത് ഇക്വിലിബ്രിയം മോയ്സ്ചർ കണ്ടന്റ് എത്തിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഡ്രൈയിങ് റേറ്റ് 0 ആയിരിക്കും. അതായത് ഇനി മോയ്സ്ചർ കണ്ടന്റ് റിമൂവ് ചെയ്യാനായിട്ടില്ല. ഇക്വിലിബ്രിയം മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്യാൻ ഡിഫിക്കൽട്ടായിട്ടുള്ള മോയ്സ്ചർ, അതായത് അത്രത്തോളം മോയ്സ്ചർ കണ്ടന്റ് മാത്രമേ ഇനി ആ പ്രോഡക്റ്റിൻ്റെ അകത്തുള്ളൂ. അതാണ് ബിയോണ്ട് ഇയിൽ വരുന്നത്. അതേപോലെ ഇവിടെ ടെമ്പറേച്ചറും മോയ്സ്ചർ കണ്ടൻറ്റും ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. പോവാനായിട്ടൊരു മോയ്സ്ചർ കണ്ടൻറ്റ് ഇനി അവിടെ ഇല്ല. ഇ എന്ന് പറയുന്ന ആ പോയിന്റിന് ശേഷവും നമ്മൾ വീണ്ടും ഹീറ്റ് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാലും അവിടെ ടൈം വേസ്റ്റും എനർജി വേസ്റ്റും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഫേസസ് ആണ് ഡ്രൈയിങ് കർവിലുള്ളത്. ഇതിൽ 2 ഫേസിലാണ് മെയിനായിട്ടും ഈ ഒരു ഡ്രൈയിങ് മെയിൻലി നടക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് റേറ്റ് പീരീഡ്, അതേപോലെ ഫസ്റ്റ് ഫോളിംഗ് റേറ്റ് പീരീഡ്. ഈ 2 പീരീഡിലുമാണ് ഡ്രൈയിങ് റേറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത്രയാണ് ഡ്രൈയിങ് കർവ് എന്ന് പറയുന്ന ടോപ്പിക്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇതിലെ ഫേസസും ഫേസ് ഡയഗ്രാം ഒക്കെ മനസ്സിലാക്കി വെക്കണം. ഓരോ ഫേസിലും എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ള മെയിൻ പോയിൻറ്റ്സ് നോക്കി വെക്കണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ ഡ്രൈയിങ് കർവ് ഇത്രയേ ഉള്ളൂ. 5 മാർക്കിന് ചോദിക്കുമ്പോൾ ഈ ഫേസസും ഡയഗ്രാം വരച്ചാലും മതി. അപ്പോൾ ഈ വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.